ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജീസ് കിച്ചൺസ്. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രോസ്റ്റാണ് ചെയ്യുന്നത്. ചിക്കനല്ല, കാട വെച്ചിട്ടുള്ള ഒരു ബ്രോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ മൊത്തം 4 കാടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 6 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇതെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വിനിഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 2 ടീസ്പൂൺ വിനിഗറാണ് ചേർത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അരക്കുമ്പോൾ തന്നെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇവിടെ മാഗി ക്യൂബ് ചേർക്കാത്തത് കൊണ്ട് കടയിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തത്. ഇനി നമ്മൾ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ജാറിലേക്ക് കുറച്ചും കൂടെ വിനിഗർ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. വിനിഗർ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നമ്മളത് ഒഴിവാക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിവാക്കിയെടുക്കും. നമ്മൾ ഈ ഒരു ബ്രോസ്റ്റ് പൗഡറിന് ഇങ്ങനെയുള്ളൊരു ചെറിയ പാക്കറ്റ് എടുക്കുക. അതിൽ ഉപ്പാണ് ഉണ്ടാവുക. ആ ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കാടയിൽ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു പാക്കിൽ മുഴുവൻ ഉപ്പൊന്നും ഇതിന് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ അത് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സർ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ കോട്ടിങ്ങിനായിട്ട് ബ്രോസ്റ്റ് പൗഡറും അതിൻ്റെ കൂടെ കോൺഫ്ലോറും ആണ് ചേർക്കുന്നത്. അപ്പോൾ 4 ടീസ്പൂൺ ബ്രോസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ ടീസ്പൂണാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് 4 ടീസ്പൂൺ ബ്രോസ്റ്റ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു 2 പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ ഉപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കാടയിൽ നിന്നും സുറുക്ക എല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാടയും അതേപോലെ തന്നെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ കാടകളായിട്ട് ഈ പൗഡറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പൗഡർ ആവുന്ന രീതിയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നന്നായി ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാവരും പൊതുവേ ചിക്കൻ വെച്ചിട്ടാണ് ബ്രോസ്റ്റൊക്കെ ചെയ്യൽ. അപ്പം നിങ്ങൾ കാട വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതൊരു സൈഡ് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ആ ചൂടിൽ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ചൂട് പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ കൂടെ മയോണൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കാട ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
പുതിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.